ഓം മുരുകായ നമ. ഇന്ന് നമുക്ക് മുരുകൻ്റെ ജന്മോദ്ദേശം കേൾക്കാം. സ്കന്ദപുരാണ പ്രകാരം സുബ്രഹ്മണ്യൻ സർവേശ്വരനായ ഭഗവാനാണ്. ശുക്രാചാര്യരുടെ ശിഷ്യയായ മായ എന്ന അസുര സ്ത്രീക്കും കശ്യപ മഹർഷിയിൽ ജനിച്ച ശൂരപത്മൻ, താരകാസുരൻ, സിംഹവക്രൻ എന്നീ അസുരന്മാരെ വധിക്കാനാണ് സുബ്രഹ്മണ്യൻ അവതരിച്ചത്. മായയ്ക്കും കശ്യപനും 3 ആൺമക്കളും 1 മകളും ഉണ്ടായിരുന്നു. തുടർന്ന് ഋഷി നൂറ്റാണ്ടുകളോളം ധ്യാനിക്കാൻ പോയി. അങ്ങനെ സഹോദരങ്ങൾ അസുരന്മാരായി വളർന്നു. ശൂരപത്മൻ ശിവനോട് വളരെ നീണ്ട തപസ്സു ചെയ്തു. തൽഫലമായി ശിവന്റെ മകൻ ഒഴികെ മറ്റാർക്കും തന്നെ കൊല്ലുവാനോ പരാജയപ്പെടുത്തുവാനോ കഴിയില്ലെന്നുള്ള അനുഗ്രഹം അദ്ദേഹത്തിന് ലഭിച്ചു. ഈ അനുഗ്രഹം വളരെ പ്രതികൂലമായ ഫലത്തിന് കാരണമായി. ഒരിക്കൽ ശൂലപത്മന്റെ സഹോദരി ഇന്ദ്രാണിയെ ശൂലപത്മന്റെ വെപ്പാട്ടിയായി കൊണ്ടുവരാൻ ശ്രമിച്ചു. മഹാകാലൻ എന്ന കാവൽക്കാരൻ അവന്റെ സഹോദരിയുടെ കൈകൾ മുറിച്ചു മാറ്റി. ഇതിൽ ക്ഷുഭിതനായ ശൂരപത്മൻ പിന്നീട് സ്വർഗം കീഴടക്കുകയും എല്ലാ ദേവന്മാരെയും തടവുകാരായി പിടിച്ച് പീഡിപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിൽ മുരുകൻ ജനിച്ചു. ആ കുട്ടി വളരെ സുന്ദരനും യുദ്ധത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും കഴിവുള്ളവനുമായിരുന്നു. തുടർന്ന് മുരുകൻ ശൂരപത്മാസുരന്റെ ഇളയ സഹോദരനായ താരകാസുരനെ വധിച്ചു. ശൂരപത്മാസുരന്റെ ഭൂരിഭാഗം പടയാളികളെയും കൊല്ലുകയും മധ്യ സഹോദരനായ സിംഹമുഖനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴും ശൂരപത്മാസുരൻ കീഴടങ്ങാൻ വിസമ്മതിച്ചതിനാൽ അവസാന യുദ്ധമുയർന്നു. അവന്റെ ആയുധങ്ങളും വാഹനങ്ങളും മിക്കവാറും എല്ലാ സൈന്യവും നഷ്ടപ്പെട്ടു. അവസാനം മുരുകൻ തന്റെ വേലുകൊണ്ട് അവനെ മാരകമായി മുറിവേൽപ്പിച്ചു. തുടർന്ന് ശൂരപത്മൻ മാപ്പപേക്ഷിക്കുകയും മുരുകൻ ശൂരപത്മനെ എന്നേക്കും തൻ്റെ വാഹനമായി ഇരിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ശൂരപത്മൻ ഒരു മയിലിൻ്റെ രൂപം സ്വീകരിച്ചു മുരുകൻ്റെ വാഹനമായി. ശൂരപത്മ വധമാണ് സൂരസംഹാരമായി ആഘോഷിക്കുന്നത്. ദക്ഷിണ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മുരുകനും ശൂരപത്മവും തമ്മിലുള്ള അവസാന യുദ്ധം നടന്നതായി പറയപ്പെടുന്ന തിരുച്ചെന്തൂരിലാണ് സൂരസംഹാര ഉത്സവം അതിഗംഭീരമായി ആഘോഷിക്കപ്പെടുന്നത്.